ഈ അടുത്ത ബോളിവുഡ് സിനിമയിലെ ഐറ്റം നമ്പറുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത കാലത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വീണ്ടും പോപ്പുലർ ആയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യൻ വീടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. തലവേദന, നടുവേദന, മറ്റു മസിൽ പെയിനുകൾ, ജലദോഷം എന്നിവയ്ക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് ഇന്ത്യൻ വീടുകളിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇതിൻ്റെ ചരിത്രം അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ജണ്ടുബാമിൻ്റെ കഥയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രൊഡക്റ്റ് ജന്മമെടുത്തത്. ഏകദേശം 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ജന്മമെടുത്തത്. 1910 ഭാവനഗർ രാജഭരണത്തിന് കീഴിലുള്ള പ്രധാനമന്ത്രിയായിരുന്ന പ്രഭാശങ്കർ പട്ടാണിയാണ് ഈ ഒരു കമ്പനി സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഗുരുവും വൈദ്യനുമായിരുന്ന ജണ്ടുബാബയുടെ പേരാണ് ഈ ഒരു കമ്പനിക്ക് നൽകിയത്. അതിന് പിന്നിലും ചെറിയൊരു കഥയുണ്ട്. ഈ ഒരു ആയുർവേദ വൈദ്യൻ അവിടുത്തെ രാജാവിന് ഈ ഒരു ബാം മരുന്നായി നൽകുകയും അദ്ദേഹത്തിന് മാറാത്ത വേദന മാറുകയും അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം ഈ ഒരു വൈദ്യന് കുറേ സ്ഥലം സൗജന്യമായി നൽകുകയും ചെയ്തു. ആ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു ആയുർവേദ റിസർച്ച് സ്ഥാപനം സ്ഥാപിക്കുകയും അത് നടത്തി വരികയായിരുന്നു. പിന്നീടാണ് അതൊരു കമ്പനിയുടെ രൂപത്തിലേക്ക് മാറ്റിയത്. ആയുർവേദ പച്ചമരുന്നുകൾ ചേർന്ന ജണ്ടുബാം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വീടുകളിൽ സ്ഥിര സാന്നിധ്യമായി. 2010 ഇറങ്ങിയ ബോളിവുഡ് സിനിമയിലെ ഒരു ഐറ്റം സോങ്ങിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് വീണ്ടും പോപ്പുലറായിട്ട് മാറി. ആ ഒരു സോങ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സോങ് ആയിരിക്കും. താഴെ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു സോങ്ങിന് ശേഷം ഇതിൻ്റെ സെയിൽസ് വീണ്ടും വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുകയുണ്ടായി. 2008 ഈ ഒരു ബ്രാൻഡിനെ ഇമാമി ലിമിറ്റഡ് 730 കോടിയുടെ ഒരു ഡീലിൽ അക്വയർ ചെയ്തിരുന്നു. ഇന്ത്യയിലെ തന്നെ ഫാർമ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ അക്വിസിഷനിൽ ഒന്നായിരുന്നു ഇത്. ഓരോ വർഷവും 25 കോടിയിലധികം യൂണിറ്റുകൾ വിൽക്കുന്ന ജണ്ടുബാം ഇന്ത്യയിലെ ബാം മാർക്കറ്റിൽ ഒരു ലീഡർ തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള എതിരാളി എന്ന് പറയാൻ പറ്റുന്ന ഇന്ത്യൻ ബ്രാൻഡ് വരുന്നത് അമൃതാഞ്ജനാണ്. ഇന്ന് ഈ ബ്രാൻഡ് കീഴിൽ ബാം മാത്രമല്ല, റോളോൺസ്, സ്പ്രേസ്, ചവൻപ്രാഷ്, മറ്റു ആയുർവേദ പ്രൊഡക്റ്റുകളും ഇതേ സെയിം ബ്രാൻഡ് അണ്ടറിൽ ഇറക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പല ഓർമ്മകളും നിങ്ങൾക്ക് ഉണ്ടാവും. താഴെ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പോപ്പ് കൾച്ചറിനെ പോലും സ്വാധീനിച്ച ഈ ഒരു ബ്രാൻഡ് ഇപ്പോഴും മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ താഴെ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്.